ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ധനവകുപ്പിനെതിരെ CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നികുതി പിരിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനെ നോക്കിക്കാണുന്നത്? ഇപ്പോ കഴിഞ്ഞ ഗവൺമെന്റിലെ ധനമന്ത്രിയും ഈ ഗവൺമെന്റിലെ ധനമന്ത്രിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ ഗവൺമെന്റിലെ ധനമന്ത്രിയുടെ കാലഘട്ടത്തിൽ 30% നികുതി പിരിവ് വർദ്ധിപ്പിക്കും കാറ്റഗറിക്കലായിട്ട് 2 ബജറ്റ് സ്പീച്ച് പറഞ്ഞ ആളാണ്. അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 30% കൂട്ടും എന്ന് പറഞ്ഞിട്ട് 10-12% അപ്പുറത്തേക്ക് നികുതിയുടെ പിരിവ് മുന്നോട്ട് പോയില്ല. നമുക്ക് കിട്ടേണ്ട നികുതി പലതും ഗവൺമെന്റ് ആണ് അതിന്റെ കടക്കാർ. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അത് പിരിക്കാൻ പറ്റുന്നില്ല. വെള്ളക്കരം പിരിക്കാൻ പറ്റിയിട്ടില്ല. വൈദ്യുതി ചാർജ് പിരിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഗവൺമെന്റ് കൊടുക്കേണ്ട തുകയാണ്. ആ തുക പോലും സർക്കാർ ഓഫീസുകളിലെ വെള്ളവും വെളിച്ചവും കണ്ട വകയിലുള്ള തുക പോലും ഈടാക്കുന്നതിന് വേണ്ടി ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ വാദഗതി. പിന്നെ ഊതിപ്പെരുപ്പിച്ച ഒരു ബജറ്റ് കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്ത് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് CAG കണ്ടുപിടിച്ചിരിക്കുന്നു, കയ്യോടെ പിടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രൊജക്റ്റഡ് ഫിഗേഴ്സാണ് ഇവര് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും യാഥാർത്ഥ്യവുമായിട്ട് അത് പൊരുത്തപ്പെടുന്നതേയില്ല. നമ്മളുടെ നികുതി പിരിവിനകത്ത് വളരെ പുറകിലാണ്. എനിക്ക് തോന്നുന്നത് ആസാം മാത്രമായിരിക്കും നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്നു തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളും നികുതി പിരിവിന് നമ്മൾ വളരെ മുമ്പിലാണ്. ഈ ഏറ്റവും അടുത്ത കാലത്ത് പുറത്തിറക്കിയ റെക്കോർഡുകൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ നികുതി പിരിവിന്റെ കാര്യത്തിൽ കേരളം വളരെ 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 പിന്നിലാണ് എന്ന് ബോധ്യപ്പെടും. CAG അത് കണ്ടുപിടിച്ചു. നിയമസഭയിൽ ഞങ്ങളത് പറഞ്ഞപ്പോൾ ഞങ്ങൾ എതിർത്തു. വാചാലമായ വർത്തമാനം കൊണ്ട് പ്രതിപക്ഷത്തെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ജോലിയാണല്ലോ ഇപ്പൊ ഭരണകക്ഷിയിൽപ്പെട്ടവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വാഗ്വിലാസം കൊണ്ടൊന്നും കണക്കുകളെ തിരിച്ചു മറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ വന്നിരിക്കുന്നത് വളരെ കെടുകാര്യസ്ഥതയും അതേസമയം നമ്മളുടെ പ്രവർത്തനത്തിന്റെ ക്ഷമതയില്ലായ്മയും. ഇത് രണ്ടും ഒരുപോലെയാണ് എന്നുള്ളതാണ് സത്യം. അതാണ് CAG കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇന്ധന സെസ് അടക്കമുള്ള വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിൽ അതിന്റെ മറുവശത്താണ് നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച ഉണ്ടാകുന്നതെന്ന് CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എങ്കിലും പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്? സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? ഞങ്ങൾ ജനഹിതമനുസരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങും. കാരണം കേരളത്തിലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നികുതി വർധനവിനെ എതിർക്കാത്ത ഒരു കുത്ത് പോലും ഉണ്ടാവില്ല. ഈ മന്ത്രിമാരെ അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ പോലും ഈ നികുതി വർധനവിനോട് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നികുതി വർധനവ് ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യ സഹജമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. ആന്റണി